എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 40-41 വാക്യങ്ങൾ. പിന്നെ അവൻ ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു. പത്രോസിനോട്, എന്നോട് കൂടെ ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. കർത്താവിന്റെ ഗെത്സമനയിലെ പ്രാർത്ഥനയാണ് നാം ഇവിടെ മനസ്സിലാക്കുന്നത്. യേശു ശിഷ്യന്മാരെ അവിടെ ഇരുത്തിയ ശേഷം മുൻപോട്ട് പോയി അതിദുഃഖത്തോടെ പ്രാർത്ഥിച്ചു, അതിവേദനയോടെ പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥനയിൽ തന്റെ വിയർപ്പ് രക്തത്തുള്ളി പോലെ നിലത്ത് വീണുവെന്ന് നാം വായിക്കുന്നുണ്ട്. കാരണം വരാൻ പോകുന്ന, സഹിക്കാൻ പോകുന്ന പങ്കപ്പാടുകളും വേദനയും ഒക്കെ ഓർത്ത് അതിദുഃഖത്തോടെ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. ഈ പ്രാർത്ഥന കഴിഞ്ഞ് വരുമ്പോൾ ശിഷ്യന്മാർ നന്നായി ഉറങ്ങുകയാണ്. എന്നാൽ പത്രോസിനോട് ആയിട്ട് യേശു പറഞ്ഞ ഒരു ഭാഗമാണ് നാം വായിച്ചത്. ഒരു നാഴിക പോലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുപ്പാൻ കഴിഞ്ഞില്ല. യേശു ഇത്രയും അതിദുഃഖത്തോടും വേദനയോടും കൂടെ പ്രാർത്ഥിക്കുമ്പോഴും ഒരു നാഴികയെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുണർന്നിരുപ്പാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് പത്രോസിനുടെ മാത്രം പേര് പറഞ്ഞ് ഈ കാര്യം പറഞ്ഞത്? വേറെ ആരുടെയും പേര് വിളിച്ചില്ല. പത്രോസിന്റെ പേര് മാത്രം വിളിച്ച് പത്രോസിനോടെന്ന് പറഞ്ഞിട്ട് പറയാൻ കാരണം എന്താ? ഒരു കാരണമുണ്ട്. ഒരിക്കൽ യേശു മരുഭൂമിയിൽ രൂപാന്തരപ്പെടുമ്പോൾ അവിടെ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടും. ഈ മോശയും ഏലിയാവും പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടെയും പത്രോസ് ഉറങ്ങിയായിരുന്നു. പെട്ടെന്ന് പത്രോസ് ചാടി എഴുന്നേറ്റു. മോശയും ഏലിയാവിനെയും കാണുന്നു. കർത്താവിന്റെ രൂപം തന്നെ മാറുന്നു. ഇത് കണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാനിവിടെ 3 കുടിലുണ്ടാക്കാം. ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവും. സത്യത്തിൽ ഒരു നാഴിക ഉണർന്നിരിപ്പാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പത്രോസോട് പറയാൻ കാരണം, 3 കുടിലുണ്ടാക്കണമെങ്കിൽ 1 നാഴിക കൊണ്ടോ 3 നാഴിക കൊണ്ടോ കഴിയുന്ന കാര്യമല്ല, സമയത്തിലെടുക്കും. എന്നാൽ 3 കുടിലുണ്ടാക്കാൻ വളരെ ജാഗ്രതയോടെ നിന്ന പത്രോസിനെ 1 നാഴിക ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞില്ല. നാം ഇവിടെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യം, പലതും ചെയ്യുവാൻ നമ്മോട് കൂടെ ധാരാളം ആളുകളെ ലഭിക്കും. എന്നാൽ 1 നാഴിക പ്രാർത്ഥിപ്പാൻ എല്ലാവരെയും ലഭിക്കുകയില്ല. കഷ്ടതയിൽ പങ്കുവയ്ക്കുവാൻ എല്ലാവരെയും ലഭിക്കുകയില്ല. എന്നാൽ കർത്താവ് നമുക്ക് തുണ, അവൻ നമുക്ക് മാതൃക. ആ കർത്താവിന്റെ പിന്നാലെ മാത്രം ലക്ഷ്യം വെച്ച്, അവനെ മാത്രം ശ്രദ്ധിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ദൈവം നമുക്ക് ഏവർക്കും കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിൽ ഞങ്ങളോട് സഹതാപം കാണിപ്പാൻ ഒരുപക്ഷെ പലർക്കും കഴിയില്ലെങ്കിലും പാപമൊഴികെ സകലത്തിനും പരീക്ഷിക്കപ്പെട്ട ഒരു കർത്താവ് ഞങ്ങൾക്കുണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യണം.
യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.